ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. admission.kannuruniversity.ac.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും പിന്നെ ഒരു വെരിഫിക്കേഷൻ കോഡ് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടവർക്ക് ജൂൺ 3 വരെ അവസരമുണ്ട്. ജൂൺ 3-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് ഒരു എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ജൂൺ 4 വരെ നിങ്ങൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും അതുപോലെ നൽകിയ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഡേറ്റാസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. വേണ്ടാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ജൂൺ 4-ാം തീയതി വരെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ മാറിയേക്കാം. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ ജൂൺ 3 വരെ അവൈലബിൾ ആണ്. ജൂൺ 3-ാം തീയതി വരെ പുതിയതായിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കുട്ടികളൊക്കെ പുതിയ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും കുട്ടികളൊക്കെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ട്രയൽ അലോട്ട്മെന്റിൽ നിന്നും ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് കോഴ്സുകൾ മാറാൻ സാധ്യതയുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ട്രയൽ കിട്ടിയത് ചിലപ്പോൾ മാറിയേക്കാം, ചിലപ്പോൾ അത് മാറാതെ നിങ്ങൾക്ക് ഫസ്റ്റിലും അത് തന്നെ കിട്ടാനും മതി. ഇനിയും ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടാത്തവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ വെബ്സൈറ്റിൽ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വരും. ട്രയൽ അലോട്ട്മെന്റിന് ശേഷമുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വരും. വന്നിട്ടില്ലെങ്കിൽ വരും. അപ്പോൾ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കോളേജ്, ആ കോളേജിൽ ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏറ്റവും ലാസ്റ്റ് ഏത് ഇൻഡെക്സ് ഉള്ള കുട്ടിക്കാണ് കിട്ടിയതെന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കുമായിട്ട് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കണം, എത്രാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങളത് മാറ്റി കൊടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ധാരണ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജ് അല്ലെങ്കിൽ കോഴ്സിലേക്കൊക്കെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ മാറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ കിട്ടാനുള്ള സാധ്യത വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 6-ാം തീയതിയാണ്. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം, നിങ്ങൾ ഡേറ്റാസിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടവരെ ഇപ്പോൾ തന്നെ ചെയ്യണം. കാരണം പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷവും നിങ്ങൾക്ക് ആ ഒരു അവസരം ലഭിക്കില്ല. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. പുതിയതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ അപ്ഡേറ്റ്സും അതാത് ടൈമിൽ നിങ്ങളിലേക്ക് ഈ ഒരു ചാനലിലൂടെ എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്